9 വർഷത്തെ കണക്കൊക്കെ പറയുമ്പോ അൻവറിനെ പറ്റി പറയണം, അൻവറിന്റെ പ്രവർത്തനത്തെ പറ്റി പറയണം, ഭരണകക്ഷി MLA ആയിരുന്നു എന്ന് പറയണം. ഭരണകക്ഷി MLA ഒരു പാഴാണെന്ന് പറയുമ്പോ ഭരണകൂടം ഒരു പാഴായിരുന്നു എന്നുകൂടി നിങ്ങൾ പറഞ്ഞു. അപ്പൊ വഞ്ചകനെ തിരിച്ചറിയാൻ 9 വർഷമെടുത്തു. അപ്പൊ കൂടെ നടക്കുന്ന വഞ്ചകന്മാരെ തിരിച്ചറിയാൻ ഇടതുപക്ഷം 9 വർഷമെടുത്തു എന്നുള്ളത് ഈ നാട്ടുകാർ തിരിച്ചറിഞ്ഞ കാര്യമാണ്. അത് തീർച്ചയായും ഞങ്ങളൊക്കെ വീട് കയറുന്ന ആളുകളാ. ഞങ്ങളോട് പറയുന്നത് ചതിയന്മാർക്ക് കുട പിടിച്ചവർക്കും വോട്ടില്ല എന്നാ. അൻവറിന് കുട പിടിച്ച ഇടതുപക്ഷത്തിനും വോട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ കൃത്യമായ ആളുകൾ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സകല CPM-കാരുടെ പരിമിതി ഞാൻ മനസ്സിലാക്കുന്നു. സർക്കാർ നിങ്ങൾ പൂട്ടിയ സ്കൂളുകളാണ് ഞങ്ങൾ തുറക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പൂട്ടിയ ബാറുകൾ തുറന്ന ആളുകളാ ഇവിടെ നിൽക്കുന്ന ആളുകൾ. എന്നിട്ട് മദ്യവർദ്ധനത്തെ പറ്റി സംസാരിക്കുക. ബാറുകൾ തുറക്കുകയും ഇവിടെ ഇത്രയും സ്ത്രീകൾ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്കറിയാം മുട്ടിന് ബാറുകൾ തുറന്ന് മദ്യവർദ്ധനം. KPS ലളിതയുടെ പരസ്യം കണ്ടു കാണും നിങ്ങൾ. KPS ലളിതയുടെ പരസ്യം നിങ്ങൾ കണ്ടു കാണും. എവിടെ പരസ്യം? എവിടെ ലഹരിയെ പറ്റി വലിയ വർത്താനം പറഞ്ഞല്ലോ. 9 വർഷം ലഹരി തടയാൻ 10 കൊല്ലം മുൻപത്തത് പോലെയാണ് ഇപ്പോൾ കേരളത്തിലെ ലഹരിയുടെ അവസ്ഥ. ഇപ്പോൾ കേരളത്തിലൂടെ ഒഴുകുന്ന രാസലഹരിയുടെ അവസ്ഥ എന്താ? ഈ ആഭ്യന്തര വകുപ്പും എക്സൈസ് വകുപ്പും വെറും പാഴാണ് എന്ന് തെളിയിക്കാൻ ഇവിടുത്തെ ലഹരിയുടെ ഒഴുക്ക് മാത്രം മതി. അത്ര കണ്ട് ലഹരി ഒഴുകുന്നില്ലേ? എന്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങളുടെ വീടുകളിലേക്ക്, കൈകളിലേക്ക്, സ്കൂളുകളിലേക്ക് ലഹരി എത്തുന്നില്ലേ? ഇലക്ഷന് ശേഷം സംസാരിക്കുന്നതാ. ഇസ്ലാമിയുടെ വോട്ട് കിട്ടിയെന്ന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ അയച്ചുതരാം. ഒരു സംശയം പിണറായി വിജയനല്ലേ? സംശയമുണ്ടോ? ജമാഅത്തിന് വോട്ട് കിട്ടിയെന്ന് പറയുന്ന വീഡിയോ ആണ് തിരുവമ്പാടി ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറയുന്നതാ. അതുകൊണ്ട് പറയുമ്പോ ആലോചിച്ച് നോക്കിയിട്ടൊക്കെ പറയണം. അവിടുന്ന് മുഖ്യമന്ത്രിയുടെ സമ്മേളനം കഴിഞ്ഞ് ഇത് CPM-ന്റെ സമ്മേളനം എന്ന് വിചാരിക്കല്ലേ? നിങ്ങൾക്ക് അപ്രിയമായ സത്യം.